ലോകചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനോട് നമുക്ക് ചേർത്ത് വച്ച് നോക്കാവുന്ന ഒരു ഹീനകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹോളിവുഡിൽ 2 സിനിമാ രംഗത്ത് തന്നെയാണ്. കേരളത്തിലെ സിനിമാ രംഗത്താണ്. ഹോളിവുഡിൽ മാധ്യമം മുഗൾ എന്ന് വിളിക്കുന്ന വൈൻസ്റ്റീൻ നടത്തിയ അതിക്രമം. ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം അത്ഭുതകരമായ രീതിയിൽ സമാന്തരമാണ്. ഇപ്പോൾ 2017 ഇവിടെ നടന്നത് കൂട്ടായ ഒരു വ്യക്തിയുടെ മുകളിലുള്ള ആക്രമണമാണെങ്കിൽ ദശകങ്ങളായി ഹോളിവുഡിൽ വൈൻസ്റ്റീൻ അഴിച്ചുവിട്ടിരുന്നത് പല അതിജീവിതന്മാരുടെ മുകളിൽ നടത്തിയ ആക്രമണമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. സ്വാധീനത്തിൻ്റെ കളി, നഗ്നമായ കേളി നമ്മളിവിടെ കണ്ടതാണ്. കോടതി വ്യവസ്ഥ തകരുന്നതായിട്ട് അതിൻ്റെ മുകളിൽ വിശ്വാസ്യതയുടെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകുന്നതായി കേരളത്തിൽ കണ്ടപ്പോൾ ഹോളിവുഡിൽ നടന്നത് വർഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം ഓരോരുത്തരായി അതിജീവിതകൾ പുറത്തു വന്നു. അവർക്ക് സംസാരിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭൻ ഭാവനയെ വിശേഷിപ്പിച്ചത് അപരാജിത എന്നാണ്. ഈ ഒരു മുഴുവൻ സംഘർഷത്തിൻ്റെ ഇടയിലും പതറാതെ അവിടെ നിലനിന്നപ്പോൾ വൈൻസ്റ്റീൻ്റെ ഇരകൾ പലരും മാനസിക രോഗത്തിന് ഇരയായി, പലർക്കും ആത്മഹത്യകൾ ചെയ്യേണ്ടി വന്നു. ഒരു വലിയൊരു സമൂഹത്തിൻ്റെ, സ്ത്രീ സമൂഹത്തിൻ്റെ പീഡനത്തിനാണ് അത് വഴിവെച്ചത്. ഈ 2 സംഭവങ്ങൾ തമ്മിലുള്ള മറ്റൊരു സമാന്തരത, മാന്യന്മാർ, സെലിബ്രിറ്റികൾ, മാധ്യമങ്ങളിൽ വരുന്ന നരേറ്റീവുകൾ, ഇതെല്ലാം എങ്ങനെ കുറ്റവാളിക്ക് അനുകൂലമാകുന്നു എന്ന് നമ്മളിവിടെയും കണ്ടു, നമ്മൾ അവിടെയും കണ്ടു. ഇന്ന് തുറന്നുണ്ടായ വികാസങ്ങളും വളരെ സമാനതയുള്ളതാണ്. ഇന്നും മുഴുവനായിട്ട് പുറത്തു വരാത്ത വൈൻസ്റ്റീൻ ഫയൽസ് ഒരു ഭാഗത്ത്, ഇന്നും മുഴുവനായിട്ട് പുറത്തു വരാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ. പക്ഷെ വൈൻസ്റ്റീൻ സംഭവം ലോകത്തിലെ തൊഴിൽ സ്ഥലത്ത് പീഡനം അനുഭവിച്ച സ്ത്രീകൾക്ക് മുഴുവൻ ശബ്ദം നൽകിക്കൊണ്ട് ഒരു വലിയ പൊട്ടിത്തിരി നടന്നു. ആ പൊട്ടിത്തിരിയാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ മീ ടു മൂവ്മെൻറ്റ്. കേരളത്തിൽ അതുപോലെയുള്ള ചില അനുരണനങ്ങൾ ഉണ്ടായി. WCC അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് ചില ദുർബലമായ ശ്രമങ്ങൾ, സിനിമ കോൺക്ലേവ് തുടങ്ങിയ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വളരെയധികം അധര വ്യായാമങ്ങൾ നടന്നെങ്കിലും പടിഞ്ഞാറ് സംഭവിച്ച പോലെ തന്നെ ഇവിടെയും അതിനൊന്നും കാര്യമായ ഫലം കണ്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള മറ്റൊരു വലിയ സമാനതയാണ് ഇന്നത്തെ ഈ ചടങ്ങ്. വൈൻസ്റ്റീൻ്റെ ആക്രമണത്തെ മുഴുവൻ പുറത്തു കൊള്ളുന്നത് ജോഡി കാൻഡറും മെഗാൻ ടൂഹിയും കൂടി എഴുതിയ ഷീ സെഡ് എന്നുള്ള പുസ്തകമാണ്. ഷീ സെഡ് എന്നുള്ള പുസ്തകം എഴുതുന്നതിൽ ഈ 2 ഗ്രന്ഥകർത്തൃകൾക്കും ലോട് സംസാരിക്കാൻ പോലും അവിടുത്തെ അതിജീവിതകൾ തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ മുഴുവൻ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ബെസ്റ്റ് സെല്ലർ അമേരിക്കയിൽ പുറത്തു വരുന്നത്.
അതിനോട് സമാന്തരമായിട്ടാണ് ഇന്ന് ഇവിടെ നടക്കുന്ന റോഷിപാലിൻ്റെ ഈ പുസ്തക പ്രകാശനം. റോഷിപാൽ തിരഞ്ഞെടുത്തത് വളരെ എളുപ്പം തിരഞ്ഞെടുക്കാവുന്നൊരു മാർഗമാണ്. അത് വിട്ട് സെൻസേഷണലിസത്തിൻ്റെ മാർഗം വിട്ടുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചത് അല്പം ക്ഷമ അർഹിക്കുന്നതും വളരെയധികം നിശ്ചയദാർഢ്യം ആവശ്യപ്പെടുന്നതുമായ തുടർച്ച, കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യത്തിലാണ്. ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് പിന്തുടരുക എന്ന പഴയ തലമുറയിലെ പത്രപ്രവർത്തകരുടെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വിവരിച്ചു. ഒരു പത്രപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാമൂഹ്യ പ്രതിബദ്ധത അല്ല, ധാർമ്മിക രോക്ഷമല്ല, ന്യായബോധം പോലുമല്ല. അത് ഒറ്റ കാര്യമാണ്, സമൂഹത്തെ എപ്പോഴും ഓർമ്മിപ്പിക്കുക. ഓർമ്മകളുണ്ട്, ഓർമ്മ. റോഷിപാൽ ചെയ്തതാണ് ഒരു ഓർമ്മയുടെ വലിയൊരു സഞ്ചയം. കേരളത്തിൽ ഈ അതിജീവിതത്തെ ചുറ്റിപ്പറ്റി ഈ അനീതിയെ എന്നും മറക്കാതിരിക്കാൻ തുടർച്ചയായി ഉള്ള പരിശ്രമമാണ്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ പുസ്തകമായി വരുന്നത്.